+2 പാസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ വസ്തു പണയപ്പെടുത്തി അല്ലെങ്കിൽ കടം വാങ്ങി ഒന്നെങ്കിൽ വിദേശത്തേക്ക് അല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാരുടെ ബാംഗ്ലൂർ അതുപോലെ സംസ്ഥാനത്തേക്ക് പോലെ ആഗ്രഹിക്കുന്നു. ചെറുപ്പക്കാരുടെ കൂട്ടപ്പലായനമാണ് കേരളത്തിൽ. കൂട്ടപ്പലായനം. 40 ലക്ഷം പേർക്ക് ജോലി കൊടുത്താണ് കേരളത്തിലെ വ്യവസായ മന്ത്രി പറയുന്നത്. കേരളം ഇന്ന് റെക്കോർഡ് തൊഴിൽ സംസ്ഥാനം ഉണ്ടായ ശേഷം ഇത്രയും തൊഴിലില്ലായ്മ ഉണ്ടായ കാലമില്ല. ആൾക്കാരെല്ലാം കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നത് വിട്ടുപോകാൻ അവസരം ഉണ്ടാകത്തില്ലാത്തതുകൊണ്ടാണ്, അതിന് സാഹചര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാത്ത എല്ലാം കേരളത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ പോയാൽ എന്താ സ്ഥിതി? പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും 5ഉം 8ഉം 10ഉം 12ഉം കുട്ടികളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. കാലം കുറെ പോയപ്പോൾ എണ്ണം ചുരുങ്ങി കഴിഞ്ഞ കുറെ നാളായി 2, 3ആയി, പിന്നെ 2ആയി. ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മളൊന്ന് നമുക്കൊന്ന് ഒരു കുട്ടി അല്ലേ, ഒരു കുട്ടിയായിട്ട് മാറി മിക്ക വീടുകളിൽ. അത് കൂടുതൽ കാണുന്നതായിരിക്കും. മിക്ക വീടുകളിൽ ഇപ്പോൾ ഒരു കുട്ടി. ആ കുട്ടി കൂടി വിദേശത്ത് പോയാൽ എന്തായിരിക്കും കേരളത്തെ സ്ഥിതി? കേരളം വൃദ്ധസദനമായി മാറും. ആ വൃദ്ധസദനത്തിലെ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ അന്യ സംസ്ഥാനത്തുള്ളവർ വരേണ്ടി വരും. അയൽ സംസ്ഥാനക്കാർ വേണം നമ്മുടെ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾ നോക്കേണ്ടത്. കേരളം മലയാളികളുടെ നാടായി മാറില്ല. മലയാളികളുടെ നാടായി കേരളം മലയാളികളുടെ നാടല്ലാതായി മാറും. പെരുമ്പാവൂരെല്ലാം ബോർഡിൽ ഹിന്ദിയിലും ആസാമിലുമൊക്കെ ആസാം ഭാഷയിലും ബംഗാളി ഭാഷയിലും ബോർഡ് എഴുതി വച്ചിരിക്കുന്ന പോലെ കേരളമൊട്ടാകെ ബസ്സുകളിൽ ബംഗാളിയിൽ, ഹിന്ദിയിൽ, ബീഹാറിയിൽ ബോർഡ് എഴുതി വെക്കേണ്ടി വരും. വഴി എഴുതി വെച്ച സ്ഥലത്ത് തിരുവനന്തപുരത്തിന്റെ കൂടെ എഴുതി വെക്കണം ഹിന്ദിയിൽ, ബംഗാളിയിൽ, ആസാമിൽ. കേരളം മലയാളികളുടെ നാടല്ലാതെ മാറും. കേരളം അയൽ സംസ്ഥാനക്കാരുടെ നാടായിട്ട് മാറും. കേരള തനിമ നശിക്കും ഈ ഭരണം തുടർന്നാൽ. അതുകൊണ്ട് ഈ ഭരണത്തെ അവസാനിപ്പിക്കണം. അതാണ് എന്റെ ഒന്നാമത്തെ അഭ്യർത്ഥന. മറ്റു വിശദമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടതുപക്ഷക്കാർ, കേരളം ഇടതുപക്ഷത്തിന്റെ നാടാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ഇടതുപക്ഷം മാത്രമല്ല, നെഹ്റുവിയൻ ഇടതുപക്ഷം രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ നാടാണ്. ഇത്തവണത്തെ സ്ഥിതി എന്താണ്? UDFക്കാർ മാത്രമല്ല, കോൺഗ്രസുകാർ മാത്രമല്ല, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ ഇത്തവണ UDF വോട്ട് ചെയ്യാൻ പോകുന്നു. അതാണ് സച്ചിദാനന്ദ മാഷ് ചൂണ്ടിക്കാണിച്ചത്, അതാണ് സാറാ ജോസഫ് ചൂണ്ടിക്കാണിച്ചത്, അതാണ് മറ്റു പല കലാകാരന്മാർ പറയുന്നത്. ഇടതുപക്ഷ പാർട്ടി മെമ്പർമാർ, സഹയാത്രികർ, സാംസ്കാരിക നായകന്മാർ ഇനിയൊരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. പണ്ടൊക്കെ ലക്ഷം കൂടുതൽ റെബലുകൾ കോൺഗ്രസിലാണ്. ഇപ്പോഴെന്താ? കേരളത്തിലെ SFIയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റ്, ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ 90% നേതാവ്, ആദ്യത്തെ സ്ഥാപക SFI പ്രസിഡന്റ് G. സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടി പുന്നപ്പറയുടെ നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി പയ്യന്നൂർ മുതൽ കേരളം വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് റിബലുണ്ടാകുന്നു. ഇത് പണ്ട് ഉണ്ടാകുന്ന കാര്യമാണോ? അപ്പോൾ ഇടതുപക്ഷക്കാർ ഒന്നൊന്നായി പാർട്ടി വിടുകയാണ്, സഹയാത്രികർ പാർട്ടി വിടുകയാണ്, സാംസ്കാരിക നായകന്മാർ പാർട്ടി വിടുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? പണ്ട് ഞാൻ ലാ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അന്നത് യൂഗോസ്ലാവിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന
മിലോവൻ ജിലാസിന്റെ ന്യൂ ക്ലാസ് ആ പുസ്തകം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇന്നാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ എന്റെ ശേഖരൻ CP ജോൺ പറഞ്ഞു ആ പുസ്തകത്തിന്റെ കോപ്പിയോട്. അന്നത്തെ കാലത്ത് എഴുതിയതാണ്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരില്ല. മാർക്സിസ്റ്റ് അവരൊക്കെ ന്യൂ നേതാക്കന്മാർ ന്യൂ ക്ലാസ്സായി മാറിയിരിക്കുന്നു, പുതിയ ഭരണവർഗമായി മാറിയിരിക്കുന്നു, അധികാരികളായി മാറിയിരിക്കുന്നു, കമ്മീഷണർമാരായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ കേരളം ബംഗാളായി മാറും. 35 വർഷം തുടർച്ചയായി മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ബംഗാളിൽ ഇന്ന് പാർട്ടി ഓഫീസ് മുഴുവനും TMC ഓഫീസായി മാറി. ഇനി ഒരിക്കൽ കൂടി തുടർഭരണം വന്നാൽ കേരളം ബംഗാളായി മാറും. അടുത്ത ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടിക്കാർ കണക്കില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷം നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നിട്ട് ആ സ്ഥാനത്ത് ബംഗാളിലെ പോലെ BJP പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം തകരരുത്. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പിണറായി ഭരണം അവസാനിക്കണം. ഈ സർക്കാർ പോയേ തീരൂ. ഭരണമാറ്റം ഉണ്ടാകണം. അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ വരും, ശുദ്ധീകരണം വരും. അപ്പോൾ ഇടതുപക്ഷത്തിൽ കേരളത്തിൽ വീണ്ടും ഒരു പ്രസക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ധാരാളം ഇടതുപക്ഷക്കാർ ഇത്തവണ UDF-നെ കിട്ടാൻ പോകുന്ന ചരിത്രപരമായ വിജയത്തിന്റെ പ്രധാന ശില്പികൾ ഇടതുപക്ഷ വോട്ടർമാർ തന്നെയായിരിക്കും. അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ്. BJP-യെ കുറിച്ച് അധികം പറയുന്നില്ലേ. ഈ മണ്ണിനെ പറ്റിയ പാർട്ടി അല്ലത്. കേരളത്തിന്റെ മണ്ണിൽ ഈ വിത്തിന് അധികം നാൾ വളരാൻ സാധ്യമല്ല. ഇത് മതമയത്തിന്റെ നാടാണ്, അത് സൗഹാർദ്ദത്തിന്റെ നാടാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഓണവും വിഷുവും പെരുന്നാൾ നോയമ്പും ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ജാതി തിരിച്ചുള്ള തെരുവുകളില്ല, മതം തിരിച്ചുള്ള തെരുവുകളില്ല. ഇത് സൗഹാർദ്ദത്തിന്റെ നാടാണ്, സമുദായ സൗഹാർദ്ദ നാടാണ്, ശ്രീനാരായണ ഗുരു നാടാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാമെന്ന് പറഞ്ഞ നാരായണ ഗുരുസ്വാമിയുടെ നാടാണ്. ഈ മണ്ണിൽ ഈ പരിപ്പ് വേഗത്തില്ല. പ്രധാനമന്ത്രി വരുന്നുണ്ട്, നല്ല ആൾക്കൂട്ടമുണ്ട്, കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും ദിവസവും നോക്കിയിട്ടും തീർച്ചയായും BJP-ക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് ഭാവിയില്ല. ഞാൻ മറ്റൊന്നും പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി മുതൽ അമിത്ഷാ മുതൽ RSS വരെ ഒരു കാര്യം നിശ്ചയിച്ചു: കേരളത്തിൽ UDF വരരുത്. ഇനി ഒരു മുഖ്യമന്ത്രി കൂടി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി കൂടി ഉണ്ടാകരുത്. അവരുടെ ഉറച്ച തീരുമാനമാണ്. അതുകൊണ്ട് അവർ ആവശ്യം വന്നാൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ മാർക്സിസ്റ്റുകാരെ സഹായിക്കും. ഒന്നും വൺ വേ ട്രാഫിക് അല്ലല്ലോ, അങ്ങോട്ടും കൊടുക്കണ്ടേ, അവരെ ജലസീകരിക്കാം. പക്ഷേ ആ പണി പഴയ പോലെ വിജയിക്കും തോന്നുന്നില്ല. പക്ഷെ എന്നാൽ അവർ പരിശ്രമിക്കും. ഇന്ന് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ അവരുടെ അപ്പോയിന്റ് കിട്ടുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും ഊഷ്മളമായ സ്വീകരണം കിട്ടുന്ന മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ മുഖ്യമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും പ്രിയങ്കരൻ കേരള മുഖ്യമന്ത്രിയാണ്. അതിനെന്തെങ്കിലും കാരണം കാണില്ലേ? എന്തെങ്കിലും കാരണമില്ലേ? ചില മുഖ്യമന്ത്രിമാർക്ക് പല പ്രാവശ്യം വന്ന് മടങ്ങിപ്പോയാലും അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത ഡൽഹിയിൽ
കേരള മുഖ്യമന്ത്രിക്ക് മാത്രം ഇത്രയും ഊഷ്മളമായ ഒരു സ്വാഗതം കിട്ടാൻ എന്തെങ്കിലും കാരണം കാണത്തില്ലേ? അതിനപ്പുറമുള്ള കാര്യം ഞാൻ പറയുന്നില്ല. എന്റെ വാക്കുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ നാക്കുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, വാക്കുകൾ എന്തായാലും പദപ്രയോഗം എന്തായാലും കേരളത്തിൽ BJP മാർക്സിസ്റ്റ് അന്തർധാര ഉണ്ട്. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്ന പറഞ്ഞ പോലെ ആ അന്തർധാരയുള്ളൊന്നും ഇടതുപക്ഷം രക്ഷപ്പെടാൻ പോകുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർഭരണമില്ല. ഇവിടെ മെയ് മാസം അവസാനത്തിൽ തിരുവനന്തപുരത്തെ രാജ്ഭവനിൽ കൊത്തും കുരവുമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് UDF ഗവൺമെന്റ് ആയിരിക്കും. അതിനെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതാവായിരിക്കും. അത് നിങ്ങൾ കൂടി സ്വീകരിക്കണം. കാരണം നിങ്ങൾക്കും സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്താൻ ഞങ്ങളുടെ കാലത്ത് സ്വതന്ത്രമായി സെക്രട്ടറിക്ക് ഇറങ്ങാൻ നടക്കാൻ നിങ്ങളും ശകാരം കേൾക്കാതിരിക്കാൻ നിങ്ങളും സഹായിക്കണം, സഹകരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കറിയില്ല. ഞാൻ ഇത്ര മലയാള പണ്ഡിതനല്ല. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, മലയാളികൾ ബുദ്ധിയുള്ളവരാണല്ലോ. അതുകൊണ്ട് ആ ലോകം മുഴുവൻ ഏറ്റവും ഡിമാൻഡും മലയാളിക്കാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലി വരെ ഏറ്റവും ഡിമാൻഡും മലയാളിക്കാണ്. ലോകത്തെ എല്ലായിടത്തും മലയാളിക്കാണ്. കാരണം നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്, പുറത്തുപോയി നന്നായിട്ട് സേവനം ചെയ്യുന്നവരാണ്. അവർക്കറിയാം BJP കൊടുക്കുന്ന ഓരോ വോട്ടും ഇടതുപക്ഷം കൊടുത്ത വോട്ടാണെന്ന് അറിയാം. ബുദ്ധിമുണ്ട്. ഇത് LDF കാരണം പിണറായിയിലെ മുഖ്യമന്ത്രി LDFന്റെ പ്രതീകം പിണറായി അത് വേറെ ഫോട്ടോ കാണാനുണ്ടോ? UDFന്റെ പ്രചാര ബോർഡുകളിൽ എത്ര നേതാക്കന്മാരുണ്ട്? ഇടതുപക്ഷത്തിന്റെ എല്ലാ പോസ്റ്റിലും ഒരേ ആളുകളുണ്ട്. അതങ്ങനെയല്ല. അച്ഛവന്റെ ഫോട്ടോ ഉണ്ട്, എം ഗോവിന്ദനാരുണ്ട്, TV തോമസ് ഉണ്ട്. ഇപ്പോ എല്ലാം പിണറായി. അതുകൊണ്ടാണ് $140 പേരും ജയിച്ചാൽ പിന്നെ പ്രതിപക്ഷം കാണത്തില്ലേ? പ്രതിപക്ഷം ഇല്ലാത്തൊരു അസംബ്ലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പണ്ടത്തെ പ്രശ്നം ഇപ്പോഴാണോ? അതിനേക്കാൾ എത്രയോ ചെറിയ പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിയല്ല പ്രശ്നം, ഈ പിണറായി സർക്കാർ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ റെബൽസ് വിമത ശല്യം തീർന്നതോടുകൂടി തീർന്നില്ലേ? തിരുവനന്തപുരത്തുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? വട്ടിയൂർക്കാവിലുണ്ടോ? തിരുവനന്തപുരം സെൻട്രലിലുണ്ടോ? നേമത്തുണ്ടോ? ഏഴക്കൂട്ടത്തുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി വിമർശിച്ചവരെല്ലാം ഒന്നായി. കാരണം അവർക്കൊരു ലക്ഷ്യമുള്ളൂ, ഈ സർക്കാർ പോയേ തീരൂ. അവരുടെ പക്ഷേ എന്തോ ഏതായാലും ഞമത്ത് കാറ്റ് മാറി വീശുക. അതുകൊണ്ടാണല്ലോ പരസ്യമായി പോലും SDP-യുടെ സഹായം നിയമത്തെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. കാറ്റ് മാറി വീശുകൊണ്ടല്ലേ. അപ്പം ശിവൻകുട്ടി CPM അല്ലേ?
ശിവൻകുട്ടി CP അല്ലേ? നിങ്ങളല്ലേ തീർത്ഥത്തെ പത്രക്കാരുള്ളതല്ലേ? നിങ്ങളല്ലേ ശിവൻകുട്ടി പറഞ്ഞത്? MA ബേബി CPM അല്ലേ? MA ബേബി പറഞ്ഞല്ലോ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കും, വേണ്ടെന്ന് പറയത്തില്ലല്ലോ. ഇവരെക്കാളൊക്കെ വലുതാണല്ലോ പാർട്ടി സെക്രട്ടറിയേക്കാൾ. ആൾ ഇന്ത്യ പാർട്ടി സെക്രട്ടറിയേക്കാൾ വലുതാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? അപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി ആൾ ഇന്ത്യ സെക്രട്ടറിക്കും വിലയില്ലേ? അതൊക്കെ നിയമപരമായി നടത്തട്ടെ, കേസെടുക്കട്ടെ. ഗൗരവത്തോട് കാണേണ്ട കേസെടുത്താൽ കേസ് തള്ളിപ്പോത്രേ ഉള്ളൂ. എനിക്ക് അറിയില്ല. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കും, എന്നോട് ചോദിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക. എന്നോട് ചോദിച്ചാൽ എങ്ങനെ പറയാൻ സാധിക്കും? പക്ഷെ അദ്ദേഹത്തോട് ചോദിക്കാൻ അവസരമില്ലല്ലോ അല്ലേ? നമ്പർ എനിക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. പക്ഷെ കേരളം UDF തൂത്തുവാരും ക്ലീൻ വിക്ടറി ആയിരിക്കും. നമ്പർ ഞാൻ പറയുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് കണ്ടില്ലേ? കേരളത്തിൽ ഒരു പോളിംഗ് നടത്തിയാൽ, പത്രക്കാരുടെ ഉൾപ്പെടെ ഇടയിൽ ഒരു പോളിംഗ് നടത്തിയാൽ കേരളം ഇഷ്ടപ്പെടുന്ന നേതാവ് രാഹുൽ ഗാന്ധി തന്നെ. അദ്ദേഹത്തിന് ഓരോ വിസിറ്റ് കഴിയുമ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ ജനകീയത, അദ്ദേഹത്തിന്റെ ആർദ്രത, അനുകമ്പ. അദ്ദേഹത്തിന് ഓരോ വിസിറ്റിലും കോൺഗ്രസ്സുകാരുടെ UDFകാരുടെ സംസാരിക്കുന്നില്ല. അദ്ദേഹം തോട്ടത്തുകാരോട് സംസാരിക്കും, IT പ്രൊഫഷണൽ സംസാരിക്കും, ഹോട്ടൽ ജീവനക്കാരോട് സംസാരിക്കും. അങ്ങനെ ആ കൊല്ലുമെന്നുള്ള ജീവൻ ഭീഷണിയുള്ള നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പിൽ കാണുന്നുള്ളൂ എത്ര നിർഭയമായി അദ്ദേഹം ജനക്കൂട്ടത്തേക്ക് ഇറങ്ങി വരുന്നു, എല്ലാവരോട് സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓരോ വിസിറ്റും UDFന്റെ വോട്ട് കൂട്ടും, ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറയ്ക്കും. അതാണ് ശരി. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിന്റെ ഭാഗമായി വന്നപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള ഒരു പാട്ട് ഉപയോഗിച്ചു. അപ്പൊ ഇന്നിപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ഈ സ്വർണം കെട്ടവരൊക്കെ വിളിച്ചു കയറ്റിയത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് സ്വർണം കെട്ടത് ആരെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന അല്ല, ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള അന്വേഷണം തന്നെ നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തവരെല്ലാം CPMകാരായി പോയി. എന്ത് ചെയ്യാനാ? അറസ്റ്റ് ചെയ്തവരെല്ലാം CPMകാരാണ്. അല്ല, നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിച്ചത്? അറസ്റ്റ് ചെയ്ത മുഴുവൻ CPMകാരല്ലേ? അറസ്റ്റ് ചെയ്ത് മുഴുവൻ CPMകാരല്ലേ? കോൺഗ്രസിനൊരു നേതാവിനെ കൊടുക്കാൻ ശ്രമിച്ചു. അവസാനം SIT ഹൈക്കോടതി പറഞ്ഞു ഒരു കുറ്റവും പറയാനില്ല, ആക്ഷേപം തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? അജയ് തറയലിന്റെ കാര്യം അഗ്നിശേഷം പറഞ്ഞില്ലേ? അഗ്നിശുദ്ധി വരുന്ന പറഞ്ഞില്ലേ? അതാണ് സ്ഥിതി. എന്നോടാ ചോദിക്കണ്ട. ഒരു തർക്കം ഉണ്ടാകത്തില്ല. ഒരു തർക്കം. അതിന് ആറിന് വേണ്ടി ആരും മനപ്പായസം ഉടണ്ട. അങ്ങണ്ട. റിസൾട്ട് വന്ന് 48 മണിക്കൂറിനകം UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. അയ്യോ, അതിനുവേണ്ടി താങ്കൾ വിഷമിക്കണ്ട കേട്ട. അത് ഓർത്ത് വിഷമിക്കണ്ട. അത് ഓർത്ത് വെറുതെ ഉറക്കമില്ലാത്ത രാത്രി വേണ്ട.
അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളം കേട്ടോ. ആ മതിയാ അല്ല ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിട്ടു. അല്ല അല്ല ആ സ്വാതന്ത്ര്യം ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം. പക്ഷേ ഇവരുണ്ടായിട്ടില്ല. വനിതാ പാർട്ടി പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടികളും വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. നിർഭാഗ്യകരമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വനിതകളുടെ കാലമാണ്. സുപ്രീം കോടതി വിധി വാദിച്ചോ? ഏറ്റവും അടുക്കള ജോലിക്ക് മാത്രമായിട്ടുള്ള ഭാര്യ നോക്കേണ്ടെന്ന് പറഞ്ഞത്. ഈക്വൽ പാർട്ണർഷിപ്പ് അല്ലേ? തുല്യ പങ്കാളിത്തം. ഇന്നത്തെ പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരാകാൻ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ വീട്ടു ജോലി ചെയ്യാൻ തയ്യാറുള്ള ഭർത്താക്കന്മാർ മതി എന്നാണ്. അതാണ് കാലം മാറിയിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ പുരുഷന്റെ മനസ്സ് മാറിയിട്ടില്ല. എന്ത് ചെയ്യാൻ? എനിക്ക് വയ്യ കൊണ്ട് ആലോചിക്കുമ്പോൾ രണ്ടാമത്തെ കോവിഡ് ശേഷം നടക്കാൻ പറ്റിയ പ്രയാസം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങിയിട്ടില്ല. പൈസ ഒരു ഘടകമല്ലേ. 2 കോവിഡ് വന്നു. രണ്ടാമത്തെ കോവിഡ് സൈഡ് റിയാക്ഷനായിട്ട് കാര്യം മനസ്സ് ആഗ്രഹിക്കുന്നത് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ BLO വന്നിട്ട് 85 വയസ്സ് കഴിഞ്ഞവർക്കൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഒട്ടിയ ഞാൻ പറഞ്ഞ വേണ്ട ഞാൻ ബൂത്തി വന്ന് ഓട്ടിയോളാന്ന് പറയുന്നുണ്ട്. ബൂത്ത് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ് ഞാൻ ഓട്ടിയോളാം. അയാൾ MLA ആവും. ഞങ്ങൾക്കൊരു തരം ചാഞ്ച. പക്ഷെ G. സുധാകരനൊക്കെ ആർട്ടിസ്റ്റ് വിട്ടുപോയത് പിണറായിക്ക് സമനാണ്. വേണമെങ്കിൽ പിണറായിയുടെ നേതാവെന്ന് പറയാം. കാരണം SFIയുടെ ആദ്യ പ്രസിഡന്റാണ്. പ്രശ്നമായി രാഷ്ട്രീയം തുടങ്ങിയത് വിദ്യാർത്ഥി ഫെഡറേഷനിലാണ്. SF ആണ്. SFIയുടെ ആദ്യ പ്രസിഡന്റ് G. സുധാകരനാണ്. ആ G. സുധാകരനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയോട് യാത്ര പറയാന്ന് വെച്ചാൽ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിക്കുന്ന അപജയം എന്താണെന്ന് ആലോചിക്കും. തിരുത്താൻ ആരുമില്ല. അതാ പ്രശ്നം. സ്വയം വിമർശനവും പരസ്പര വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടി. ഇനി വിമർശനമില്ല. അത് ഓരോരുത്തരും പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നില്ല. അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമുക്ക് നിർത്താം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.